ഇന്നലെ രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ ഒരുപാട് കൊതുകുണ്ട് കേട്ടോ. പിള്ളേരാണെങ്കിലും നമ്മളാണെങ്കിലും ഈ പൊടിക്കൊതുക് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുന്ന കാരണം ഉറക്കം ഒരു വിധത്തിലും ശരിയായിട്ടുണ്ടായില്ല. അതുകൊണ്ട് തന്നെ തലയ്ക്ക് എന്തോ പോലെയായിരുന്നു കേട്ടോ. രാവിലെ എനിക്കിപ്പോണെങ്കിൽ അമ്മാമ അതേ പറമ്പിലേക്ക് ഇറങ്ങി കടപ്ലാവിൻ്റെ ഇടയ്ക്ക് പോയേക്കണ്ട കടച്ചക്ക വീണ് എടുക്കേണ്ടത്. 2-3 വർഷം മുൻപ് ബഡ് ചെയ്ത ഒരു പ്ലാവ് ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞ് പ്ലാവ്. അതുമേന്ന് ഒരു കടച്ചക്ക വീണെടുക്കണ്ട. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചീഞ്ഞായിരുന്നു കിടക്കണ്ടായിരുന്നു. അമ്മിച്ചത് കണ്ടിട്ടുണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞ് കടച്ചക്കയായിരുന്നു കേട്ടോ. ആദ്യം കൊണ്ട് രാവിലെ ലേശം പാല് കുടിക്കാറുണ്ട്. അപ്പൊ അവനുള്ള പാല് കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഞാൻ അമ്മിച്ചോട് ചോദിച്ചു, നമുക്ക് വെക്കാനുള്ള ചായയുടെ പാല് എന്തെന്ന് വെച്ചപ്പോൾ അമ്മിച്ച് വായ വിളിക്കേണ്ട, വേറെ ഒന്നുമല്ല, പാലെടുത്ത് അമ്മിച്ച് ഫ്രീസറിൽ വെച്ചു എന്നുള്ളതാണ് സത്യം. അറിയാണ്ട് വെച്ചതാണ്. അപ്പോഴേക്കും നോക്കിയപ്പോൾ കുറേ തുണികൾ കൊണ്ട് വന്നേക്കണ്ട. ഇന്നാണെങ്കിൽ വെയിലും ഇല്ല. വെയിലില്ലാത്ത സമയത്ത് ഈ ബെഡ്ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ചെയ്യാന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയുന്നത് മോള് കൊണ്ട് മുകളിലിട്ടാൽ മതി. അപ്പോൾ പറഞ്ഞാൽ നടന്നത് തന്നെ എന്ന് പറഞ്ഞ് ഞാൻ നിന്നുട്ടാ. അതുകൊണ്ട് അബ്രമുത്തും കൂടി ഭയങ്കര കളിയാണ്. അപ്പച്ചനുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഇറച്ചിയും അതുപോലെ തന്നെ എല്ലും വാങ്ങിച്ചു കൊണ്ടുണ്ട്. ചക്കിട്ട് അന്ന് ഇറച്ചി മെല്ലും വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പൊ നല്ല രസം. നമ്മുടെ ആദംകുട്ടൻ്റെ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ബ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് മേലത്തുള്ള പേസ്റ്റ് ഫുള്ളും ആശ നക്കി തിന്നൂട്ടാ. എന്നിട്ട് ബ്രഷ് അതുപോലെ തന്നെ കൊണ്ടുതരാണ് പതിവ്. വന്നിട്ട് ഞാൻ തേപ്പിക്കേണ്ടാ. ഇന്നലെ നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ ബാക്കിയുള്ള ദോശ നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടാ. പക്ഷെ അത് അധികം അങ്ങോട്ട് ശരിയായിട്ടുണ്ടായില്ല. എന്തോ ഒരു പണി പാളിന്നാണ് അമ്മിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ. പാലില്ലാത്തതുകൊണ്ട് കട്ടൻ കാപ്പി വെക്കാന്ന് പറഞ്ഞ അമ്മിച്ച് വെള്ളം എടുത്തോണ്ടിരിക്കേണ്ട. മധുരം ഒന്നും ഇടില്ല കേട്ടോ. ലേശം കാപ്പിപ്പൊടിയും മധുരം ഇടാണ്ടാണ് അമ്മിച്ച് കുടിക്കാറ്, ഷുഗർ ഉള്ളതാണ്. ആ സമയത്ത് നോക്കിപ്പോണെങ്കിൽ നമ്മുടെ കുട്ടന്മാര് വണ്ടിക്ക് വേണ്ടി അടികൂട്ടിക്കൊണ്ടിരിക്കേണ്ട. നമ്മുടെ അബ്രുമുത്തിന് ഇപ്പൊ തന്നെ വണ്ടിയുമ്പോ കാരണം വീഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാവില്ല കേട്ടാ. അമ്മിച്ച് ഇങ്ങനെ ദോശയൊക്കെ ചായയിൽ മുക്കി തിന്നുന്നത് കണ്ടിട്ടാണ് എനിക്കും ഇങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റസ്ക് ആണെങ്കിലും ബ്രെഡ് ആണെങ്കിലും അങ്ങനെ ഞാൻ കഴിക്കൂട്ടാ. അത് അമ്മിച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലമാണ്. നമ്മുടെ ആദംകുട്ടനാണെങ്കിൽ കട്ടൻ കാപ്പി ചായയൊക്കെ ഇഷ്ടമുണ്ടാ. പക്ഷെ ഞാൻ കൊടുക്കാറില്ല, നല്ലതല്ലല്ലോ എന്ന് വിചാരിച്ചാണ് കൊടുക്കാറ്. പക്ഷെ മധുരമില്ലാത്ത അമ്മാമ്മയുടെ ചായ ഇരുന്ന് കുടിച്ചോണ്ട് അമ്മിച്ച് എനിക്ക് അരി അടുപ്പത്തിടാൻ പോയിട്ടാ. അടുപ്പിൽ വെക്കാത്ത കാര്യം തന്നെ കുക്കറിൽ ഗ്യാസുമേ ആയതുകൊണ്ട് വേഗം പണി തീരുകയും ചെയ്യും. ദോശ ഞാൻ തിന്നു നോക്കിയപ്പോൾ ഞാൻ പറയുന്നത് ഒരു മുറുക്കം പോലെ എനിക്കും തോന്നിയെന്ന് ഞാൻ അമ്മച്ചോട് പറഞ്ഞുട്ടാ. പിന്നെ മരുന്ന് കഴിക്കലാണ്. മരുന്നുകൾ എന്ന് പറഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാ ആൾക്കാരുകളും ഉള്ള കാരണം എല്ലാത്തിൻ്റെയും ഒരു ലോഡ് ഗുളിക അമ്മച്ചിക്ക് രാവിലെ തന്നെ കഴിക്കാനുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ ഫ്രൂട്ട്സിന് യാതൊരു തരത്തിലുള്ള ക്ഷാമല്ല. ഏത് പഴം വേണം, ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ബൈ ബൈ, സീ യു.